ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 50-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. ലൂക്ക് ചാപ്റ്റർ 7 വേർഡ് 50. അവനോ സ്ത്രീയോട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. സ്ത്രീയോട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക. ഈ വാക്ക് 2 പദങ്ങൾ അതിനകത്തുണ്ട്. വിശ്വാസം, രക്ഷ, സമാധാനം. വിശ്വാസത്താൽ, വിശ്വസിച്ചാൽ ലഭിക്കുന്ന 2 കാര്യങ്ങൾ. 1 രക്ഷ, 2 സമാധാനം. ഇത് 2 മനുഷ്യർക്ക് തരാൻ പറ്റുന്നതല്ല. ഇത് 2 മതങ്ങൾക്കോ ആചാരങ്ങൾക്കോ തരാൻ കഴിയുന്നതല്ല. ഇത് 2 ഒരു സംഘടനകൾക്കും ഒരു മനുഷ്യർക്കും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാൻ കഴിയുന്നതല്ല. സമാധാനം എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ സ്റ്റോറിലും ഒരു സൂപ്പർ മാർക്കറ്റിലും മേടിക്കാൻ കിട്ടില്ല. രക്ഷ, ദൈവികമായ രക്ഷ എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഒരു സംഘടനകൾക്കും മതങ്ങൾക്കും സമുദായങ്ങൾക്കും തരാൻ സാധിക്കുന്നതല്ല. എന്നാൽ ഇത് 2 നൽകുവാൻ കഴിവുള്ള, ഇത് 2 നൽകുവാൻ കഴിയുന്നവനാണ് ഈ സ്ത്രീയോട് പറഞ്ഞത്, സ്ത്രീയെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകുക. രക്ഷിക്കുവാനും നിത്യമായ രക്ഷ നൽകുവാനും മനുഷ്യൻ തരാത്ത, മതം തരാത്ത, പണം തരാത്ത, സാഹചര്യങ്ങൾ തരാത്ത, സുഹൃത്തുക്കൾ തരാത്ത, ആർക്കും ഈ ലോകത്തിൽ തരുവാൻ കഴിയാത്ത, ആർക്കും എടുത്തു കളയുവാൻ സാധ്യമല്ലാത്ത സമാധാനം തരുവാനും കഴിയുന്നവനാണ് നമ്മുടെ ദൈവമായ കർത്താവായ യേശുക്രിസ്തു. എന്താണ് ഇവിടുത്തെ സംഭവം? ഈ 7-ാം അധ്യായത്തിൻ്റെ 36 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഈ സ്ത്രീ ആരാണെന്നും ഈ സംഭവ ചരിത്രം എന്താണെന്നും മനസ്സിലാക്കാൻ പറ്റും. പരീശന്മാരിൽ ഒരുത്തൻ തന്നോട് കൂടെ ഭക്ഷണം കഴിക്കുവാൻ അവനെ ക്ഷണിച്ചു. അവൻ പരീശന്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിനിരുന്നു. ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നത് അറിഞ്ഞ് ഒരു വെങ്കൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു. പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ച് കാൽ ചുംബിച്ചു തൈലം പൂശി. അവനെ ക്ഷണിച്ച പരീക്ഷൻ അത് കണ്ടിട്ട്, ഇവൻ ഒരു പ്രവാചകനായിരുന്നെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവൾ എന്നും അറിയുമായിരുന്നു, അവൾ പാപിയല്ലോ എന്ന് ഉള്ളിൽ പറഞ്ഞു. അപ്പോൾ കർത്താവ് അവനോട്, ശിമോനെ, നിന്നോടൊന്ന് പറവാനുണ്ട് എന്ന് യേശു പറഞ്ഞതിന്, ഗുരു, പറഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. കടം കൊടുക്കുന്ന ഒരുത്തന് 2 കടക്കാർ ഉണ്ടായിരുന്നു. ഒരുത്തൻ 500 വെള്ളിക്കാശും മറ്റവൻ 50 വെള്ളിക്കാശും കൊടുക്കുവാനുണ്ടായിരുന്നു. വീട്ടുവാൻ അവർക്ക് വകയില്ലാകിയാൽ അവർ ഇരുവർക്കും ഇളച്ചു കൊടുത്തു. എന്നാൽ അവരിൽ ആര് അവനെ അധികം സ്നേഹിക്കും? അധികം ഇളച്ചു കിട്ടിയവനെന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് ശീമോൻ പറഞ്ഞു. അവനോട്, നീ വിധിച്ചത് ശരിയെന്ന് പറഞ്ഞു. സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശീമോനോട് പറഞ്ഞത്, ഈ സ്ത്രീയെ കാണുന്നുവോ? ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല. ഇവളോ കണ്ണുനീർ കൊണ്ട് എൻ്റെ കാൽ നനച്ചു, തലമുടി കൊണ്ട് തുടച്ചു. നീ എനിക്ക് ചുംബനം തന്നില്ല. ഇവളോ ഞാൻ അകത്ത് വന്നത് മുതൽ ഇടവിടാതെ എൻ്റെ കാൽ ചുംബിച്ചു. നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ പരിമള തൈലം കൊണ്ട് എൻ്റെ കാൽ പൂശി. ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചല്ലോ, അല്പം മോചിച്ചു കിട്ടിയവർ അല്പം സ്നേഹിക്കുന്നു. ശിമയോൻ എന്ന മനുഷ്യൻ പരീശന്മാരിൽ പ്രമാണിയായിരുന്നു. അദ്ദേഹം വളരെ പ്രസിദ്ധനായിരുന്നു അന്നത്തെ കാലത്ത്. യേശു കർത്താവിനെ തൻ്റെ വീട്ടിൽ, തൻ്റെ ഭവനത്തിൽ ഭക്ഷണം കഴിക്കുവാനായി ഈ ശിമയോൻ ക്ഷണിച്ചു. അപ്പോൾ ഒരു വലിയ സംഭവമാണ് ഇവിടെ നടക്കുന്നത്. പരീശന്മാരെന്ന് പറയുന്നത് ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നവരും ദാനധർമ്മം ചെയ്യുന്നവരും ഉപവസിക്കുന്നവരും തുളസിയിലും ജീരകത്തിലും സകലത്തിലും ദശാംശം കൊടുക്കുന്നവരും ഒക്കെയാണ്. ആ കൂട്ടർക്ക് അന്നത്തെ കാലത്ത് യേശു കർത്താവിനെ വലിയ താല്പര്യമില്ലായിരുന്നു. അവരെപ്പോഴും കർത്താവിനെ വിധിക്കുകയും പരീക്ഷിച്ച്
സംസാരിക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു. യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ താല്പര്യമില്ലാത്ത, വിധിച്ചിരുന്ന, വിമർശിച്ചിരുന്ന പരീശന്മാരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ യേശുവിനെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ വിളിച്ചു. നമ്മളൊരാളെ വിളിച്ച് ഒരു ഫുഡ് കൊടുക്കണമെങ്കിൽ, ഒരു മീല് നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുമായിട്ട് ഒന്നെങ്കിൽ നമുക്കൊരു ബന്ധം ഉണ്ടാകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഴമുള്ള സ്നേഹം കാണണം. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ വിളിച്ച് ആഹാരം കൊടുക്കാറുള്ളത്. അപ്പം പരീശന്മാരുടെ കൂട്ടത്തിൽ യേശുവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സമൂഹത്തിൻ്റെ നടുവിൽ നിന്ന് ഒരു മനുഷ്യൻ, അതിൽ പരീശന്മാരിൽ പ്രമാണിയായവൻ, യേശുവിനെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ വിളിച്ചത് തന്നെ വലിയൊരു കാര്യമാണ് നടന്നത്. വലിയൊരു മാറ്റമാണ് അവിടെ നടന്നത്. ഒരു ട്രാൻസ്ഫോർമേഷനാണ് അവിടെ സംഭവിച്ചത്. എന്നാൽ യേശു ആ വീട്ടിൽ ഫുഡ് കഴിക്കാൻ ശിമോന്റെ വീട്ടിലിരിക്കുമ്പോൾ ആ ദേശത്തിലെ ഒരു പാപിനിയായ സ്ത്രീ, തെറ്റായ രീതിയിൽ തെറ്റായ വഴിയിൽ നടക്കുന്നവൾ, സത്യത്തിൽ പാപം ചെയ്ത് ശരീരം വിറ്റ് ജീവിക്കുന്നവൾ, ആ സഹോദരി യേശു കർത്താവ് ഈ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞ് ഒരു വെങ്കൽ ഭരണി നിറച്ചു പരിമള തൈലവുമായി ആ വീട്ടിലെത്തി. എന്നിട്ട് കർത്താവിൻ്റെ കാലിൽ ഇരുന്നുകൊണ്ട് കരയാൻ തുടങ്ങി. കണ്ണുനീരുകൊണ്ട് അവൾ കാല് കഴുകി, അവളുടെ തലമുടി കൊണ്ട് തുടച്ചു. ഈ വെങ്കൽ ഭരണിയിൽ ഇരുന്ന പരിമള തൈലം പൊട്ടിച്ച് കർത്താവിൻ്റെ കാലിൽ ഒഴിച്ചു. അവൻ്റെ കാൽക്കലിരുന്ന് പൊട്ടിക്കരഞ്ഞ് അവൻ്റെ കാൽ ചുംബിച്ചു. സത്യത്തിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ആ പാപിനിയായ സ്ത്രീക്ക് ലഭിച്ച ഒരു ബോധ്യമാണ്. അവൾ ലോകപരമായി ജീവിച്ചു, ലോകത്തിൻ്റെ വഴിയിലെല്ലാം അവൾ നടന്നു. ഏറ്റവും ഒടുവിൽ എവിടുന്നോ അവൾക്കൊരു വിവരം ലഭിച്ചു, യേശു കർത്താവ് ഈ ശിമയോന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്ന്. അവൾ മറ്റൊന്നും നോക്കിയില്ല. അവൾക്ക് കിട്ടിയ ആ സാഹചര്യം, അവൾക്ക് കിട്ടിയ ആ സമയം അവൾ തക്കത്തിൽ ഉപയോഗിക്കുന്ന കാഴ്ച നമുക്കവിടെ കാണാം. പ്രിയമുള്ളവരെ, യേശു ശിമയോന്റെ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞ ഈ സ്ത്രീ, അവൾക്കൊരു കാര്യം ബോധ്യമായി. പുതിയ ഒരു നല്ല ജീവിതം ഉണ്ടാകണമെങ്കിൽ യേശുവിലൂടെ സാധ്യമാകത്തുള്ളൂ. അവൾ ചെയ്ത ജന്മ കർമ്മ പാപങ്ങൾ മോചിക്കപ്പെടണമെങ്കിൽ യേശു ക്രിസ്തു എന്ന പാപ വിമോചകന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന ബോധ്യം, എന്ന സത്യം അവൾ ഉൾക്കൊണ്ടിട്ടാണ് ആ വീട്ടിലേക്കുള്ള അവളുടെ വരവ്. നമ്മൾ പല കാര്യങ്ങളിലും പെട്ടെന്ന് സംസാരിക്കുന്നവരാണ്. നമ്മൾ പല വസ്തുതകളെയും പെട്ടെന്ന് കയറി വിമർശിക്കുന്നവരൊക്കെയാണ്. പക്ഷേ പെട്ടെന്ന് കയറി വർത്തമാനം പറയാനും സംസാരിക്കാനും പെട്ടെന്ന് കയറി വിമർശിക്കാനും ഒക്കെയുള്ള വ്യഗ്രത, ആ ഒരു ഉത്സാഹം നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന നല്ല അവസരങ്ങളെ തക്കത്തിൽ ഉപയോഗിക്കുവാനും നമ്മൾ കാണിച്ചിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകും. ഈ സഹോദരി അതിവേഗത്തിൽ ആ വീട്ടിലേക്ക് വരികയാണ്. കാരണം അവൾക്ക് ലഭിച്ച ഒരു നല്ല അവസരമാണ് യേശുവിനെ കാണാൻ, തൻ്റെ അരികിൽ വന്ന് കരയാൻ, തൻ്റെ ഹൃദയം അവനോട് പകരാൻ. അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഇതാണ് രക്ഷാ ദിവസം. കൊരിന്ത്യർ 6:2 എഴുതിയിരിക്കുന്നു, ഇതാണ് സുപ്രസാദ കാലം, ഇതാണ് രക്ഷാ ദിവസം. അപ്പോൾ ദൈവത്തിന് ഒരു ഫേവർ, നമ്മളോട് ഫേവർ ഉണ്ടാകുന്ന ഒരു സീസൺ ഉണ്ട്, സുപ്രസാദ കാലം. ഇതാണ് രക്ഷാ ദിവസം. നമുക്ക് ദൈവം രക്ഷിക്കപ്പെടുവാൻ, കർത്താവിനെ അറിയുവാൻ തരുന്ന അവസരങ്ങളുണ്ട്. എൻ്റെ മാന്യ പ്രേക്ഷകരെ, കർത്താവ് നിങ്ങൾക്ക് ദൈവത്തെ അറിയാൻ ഒരു അവസരം തന്നെങ്കിൽ അത് ഏതെങ്കിലും വഴിയിലൂടെ ആകാം. നമ്മുടെ കഷ്ടതയിലൂടെ, പ്രതിസന്ധിയിലൂടെ, ഇന്നിപ്പോൾ ഈ TV പ്രോഗ്രാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ദൈവദാസനെ നിങ്ങളുടെ ഭവനത്തിൽ അയച്ച് ഏതെങ്കിലും ഒരു പ്രാർത്ഥനയിൽ പോയി, അല്ലെങ്കിൽ വചനം തന്നെത്താൻ വായിക്കുമ്പോൾ, ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വഴിയിലൂടെ ദൈവത്തെ അറിയാനും കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് വരാനും ഒരവസരം നിങ്ങൾക്ക് തന്നെങ്കിൽ ആ അവസരത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അതൊരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. കാരണം എപ്പോഴും നമുക്ക് അവസരങ്ങൾ കിട്ടിയെന്ന് വരത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ യേശു കർത്താവ് കുരുടന്റെ കണ്ണ് തുറന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, പകലുള്ളിടത്തോളം എന്നെ അയച്ചവന്റെ പ്രവൃത്തി ഞാൻ ചെയ്യേണ്ടതാകുന്നു. അപ്പൊ പകലെന്ന് കർത്താവ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അവസരമാണ്. പിതാവ് ഇപ്പോൾ എന്നെ ഭൂമിയിലേക്ക് അയച്ചത് കുരുടന് കാഴ്ച കൊടുക്കാനാണ്, ചെകിടനെ കേൾപ്പിക്കാനാണ്, ഊമനെ സംസാരിപ്പിക്കാനാണ്. ദൈവം എനിക്ക് തന്നിരിക്കുന്ന അവസരമാണ്, ദൈവം എനിക്ക് തന്നിരിക്കുന്ന സീസണാണ്. അതിനെ ഞാൻ തക്കത്തിൽ ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്.
പ്രിയമുള്ളവരെ, ഇത് നിങ്ങളുടെ സമയമാണ്, നിങ്ങളുടെ തലമുറയുടെ സമയമാണ്. അത് പലരെയും ഭയന്നും വിമർശനങ്ങളെ പേടിച്ചും വിധികളെ പേടിച്ചും എന്തൊക്കെയോ ഭയപ്പെട്ടും ഏതൊക്കെയോ സാഹചര്യങ്ങളെ ഭയപ്പെട്ടുമൊക്കെ നിങ്ങൾ ഒതുങ്ങിപ്പോകാനുള്ളതല്ല, ശക്തമായി മുന്നോട്ട് വരാനുള്ളതാണ്. ഈ സ്ത്രീ അവൾ ചിന്തിക്കുക, ഞാൻ പാപിയാണ്, ഞാൻ കുറവുള്ളവളാണ്, ഞാൻ ജീവിതത്തിൽ ഒത്തിരി തകർന്നവളാണ്, ഞാനിപ്പോൾ ആ ശിമോന്റെ വീട്ടിൽ ചെന്നാൽ എല്ലാവരും കൂടെ എന്നെ വിമർശിക്കും, എല്ലാവരും എന്നെ കളിയാക്കും, ഇപ്പോഴെന്തിനാ ഇങ്ങോട്ട് കയറി വന്ന്, നിന്നോട് ആര് പറഞ്ഞു ഇങ്ങോട്ട് വരാൻ എന്നൊക്കെ ചോദിക്കുമെന്ന് അവൾ ചിന്തിച്ചിരുന്നെങ്കിൽ അവളുടെ ലൈഫിൽ ആ അവസരം അവൾക്ക് നഷ്ടപ്പെട്ടേനെ. എന്നാൽ ആ അവസരത്തെ അവൾ തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ആ വീട്ടിൽ വന്നപ്പോൾ വെറും കൈയായിട്ടല്ല വന്നേ, ഒരു വലിയ വില കൂടിയ ഒരു കുപ്പി പരിമള തൈലവുമായിട്ടാണ് അവൾ വന്നത്. എന്നിട്ട് ആ കാലിൽ അവളിരുന്ന് കരയാൻ തുടങ്ങി, തലമുടി കൊണ്ട് തുടച്ചു, ആ കാലിലേക്ക് തൈലം ഒഴിച്ചു, ചുംബിച്ചു. ഈ സമയത്ത് യേശുവിനെ ആ വീട്ടിൽ ഫുഡ് കഴിക്കാൻ വിളിച്ച പരീശന്മാരിൽ പ്രമാണിയായ ശിമോൻ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഉള്ളത്തിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇവനൊരു യഥാർത്ഥ പ്രവാചകനായിരുന്നെങ്കിൽ, ഇവൻ യഥാർത്ഥ ദൈവപുത്രനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവൻ ഈ പ്രസംഗിക്കുന്നതൊക്കെ ശരിയായിരുന്നെങ്കിൽ ഇവൻ മനസ്സിലാക്കിയനെയായിരുന്നു ഇവന്റെ കാലിൽ വന്നിരുന്ന് കരയുന്നവൾ ആരാ, അവൾ ശരിയല്ലെന്ന്, അവൾ പാപിയാണ്, എന്തിനാ ഇവളെ അടുപ്പിച്ചത് എന്നുള്ള രീതിയിൽ മനസ്സിൽ ഇങ്ങനെ അവൻ ചിന്തിച്ചത് സഡൻലി അവൻ പറയാതെ കർത്താവ് അത് അറിഞ്ഞു, യേശു അത് മനസ്സിലാക്കി. അതിനെന്താണ് നമ്മൾ തിരിച്ചറിയുന്നത്? നമ്മുടെ ചിന്തകളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. യേശു നമ്മുടെ ചിന്തകളെ അറിയുന്നു. യേശു നമ്മുടെ സംസാരങ്ങളെ, പിറുപിറുപ്പുകളെ, നമ്മുടെ ചുണ്ടുപോലും അനങ്ങാതെ നമ്മുടെ അകത്ത് നാവിട്ട് സംസാരിക്കുന്നത് പോലും കർത്താവ് ശ്രദ്ധിക്കുന്നു, കർത്താവ് കേൾക്കുന്നു. അവൻ അറിയാതെ ഒന്നും നമ്മളിലില്ല എന്ന സത്യം മനസ്സിലാക്കണം. നമ്മുടെ ചിന്തകളെ പോലും, നമ്മുടെ ഇമാജിനേഷൻസിനെ പോലും നമ്മുടെ കർത്താവ് അറിയുന്നുണ്ട്. മത്തായി 10:30 നമ്മൾ വായിക്കുന്നില്ലേ, അവൻ നമ്മുടെ തലയിലെ മുടികൾ വരെ എണ്ണിയിരിക്കുന്നു, അതിലെ ഒന്ന് നിലത്ത് വീഴുന്നത് അവൻ അറിയുന്നു, നമ്മൾ പോലും അറിഞ്ഞില്ല. നമ്മൾ ആ ടവല് കൊണ്ട് തലമുടി തുവർത്തിയപ്പോൾ എത്ര തലമുടി അതിനകത്ത് പൊഴിഞ്ഞു നമ്മൾ അറിഞ്ഞില്ല. നമ്മൾ ചീപ്പ് കൊണ്ട് ചീകിയപ്പോൾ എത്ര മുടി അതിനകത്ത് പോയി നമ്മൾ അറിഞ്ഞില്ല. നമ്മുടെ പില്ലോയിൽ എത്ര മുടി ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്ന പോലുമില്ല. പക്ഷെ നമ്മുടെ തലയിലെ ഒരു മുടി വരെയും എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ദാനിയേൽ 2:28 വ്യക്തമായി എഴുതിയിരിക്കുന്ന രഹസ്യങ്ങളെ അറിയുന്നൊരു ദൈവം സ്വർഗത്തിലുണ്ട്. എബ്രായർ 4:13 വായിക്കുന്നു, അവന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, എല്ലാം അവന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, അവനോടത്രേ എനിക്കും നിങ്ങൾക്കും കാര്യമുള്ളത്. ദാവീദ് പറയുന്നില്ലേ, സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഞാൻ പോയി ഒളിച്ചാൽ നീ അവിടെയുമുണ്ട്, പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ നീ അവിടെയുമുണ്ട്, സ്വർഗത്തിൽ വന്നാൽ നീ അവിടെയുമുണ്ട്. കർത്താവേ, നിന്റെ കണ്ണിനെ മറച്ച് ഞാൻ എവിടേക്ക് പോകും? രഹസ്യമായ അറയിൽ നമ്മൾ രഹസ്യമായ അറയിൽ പറഞ്ഞത് പുരമുകളിൽ ഘോഷിക്കപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ ആ ശിമയോൻ ഉള്ളത്തിൽ ചിന്തിച്ചത് കർത്താവ് പറഞ്ഞു. അവന്റെ ചിന്തകളെ കർത്താവ് അറിഞ്ഞെങ്കിൽ, പ്രിയമുള്ളവരെ, നിങ്ങളുടെ അവസ്ഥയെ യേശു അറിയുന്നില്ലേ? നിങ്ങളുടെ ഹൃദയഭാരത്തെ കർത്താവ് അറിയുന്നില്ലേ? നിങ്ങളുടെ വേദനയെ കർത്താവ് അറിയുന്നു. നിങ്ങൾ വലിയ വായിൽ ഒരു മനുഷ്യൻ ചിന്തിച്ചത് കർത്താവ് അറിഞ്ഞെങ്കിൽ, നിങ്ങൾ വലിയ വായിൽ നിലവിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചത്, അപ്പാ എന്ന് വിളിച്ചത്, യേശുവേ എന്ന് വിളിച്ചത്, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന് നിങ്ങൾ കർത്താവിനോട് പറഞ്ഞത് അവൻ കേട്ടില്ലേ? അവൻ അറിഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ ആ വലിയ ധൈര്യം നമ്മുടെ ഉള്ളത്തിലുണ്ടാകണം. നമ്മെ അറിയുന്ന, നമ്മളെ കാണുന്ന, നമ്മുടെ ചിന്തകൾ പോലും ഗ്രഹിക്കുന്ന നല്ലവനായ ഒരു യേശു നമുക്കുണ്ടെന്ന്. നോക്കിയേ, അടുത്ത വാക്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയാണ്. ശിമയോൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ കർത്താവ് ശിമയോനോട് പറയുകയാണ്, ഈ സ്ത്രീയെ നീ കാണുന്നു, ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല, ഇവളോ കണ്ണുനീർ കൊണ്ട് എൻ്റെ കാൽ നനച്ചു, തലമുടി കൊണ്ട് തുടച്ചു, നീ എനിക്ക് ചുംബനം തന്നില്ല, ഇവളോ ഞാൻ അകത്തു വന്നത് മുതൽ ഇടവിടാതെ എൻ്റെ കാൽ ചുംബിച്ചു, നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല, ഇവളോ പരിമള തൈലം കൊണ്ട് എൻ്റെ കാൽ പൂശി. ഇവിടെ നമുക്ക് വലിയൊരു സന്ദേശം കിടപ്പുണ്ട്, ശ്രദ്ധിക്കുക. ഈ ശിമയോൻ പരീശ പ്രമാണിയാണ്. യേശു കർത്താവിനെ എതിർത്തിരുന്ന, വിമർശിച്ചിരുന്ന ഒരു കൂട്ടത്തിൽ നിന്ന് കർത്താവിനെ തൻ്റെ ഭവനത്തിൽ ഭക്ഷണത്തിന് സ്നേഹം കൊണ്ട് വിളിച്ച ആളാണ്. അപ്പൊ അന്നത്തെ കാലത്ത് ഈ സഹോദരൻ, ഈ ശിമയോൻ എന്ന പരീശൻ, ഏറ്റവും നല്ല ഭക്ഷണം കർത്താവിന് ഒരുക്കി യേശുവിനെ വീട്ടിൽ വിളിച്ചു. എല്ലാ ക്രമീകരണങ്ങളും അവിടെ ചെയ്തു.
പക്ഷേ യേശു ഇപ്പൊ ഈ പറയുന്നത് കേട്ടിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, യേശു പ്രതീക്ഷിച്ച പലതും ശിമിയോൻ ചെയ്തില്ല. ശിമിയോൻ തൻ്റെ ഉള്ളത്തിൽ ചിന്തിച്ച് കർത്താവ് ചോദിക്കാത്ത പലതും ശിമിയോൻ ചെയ്തു, അല്ലേ? കർത്താവ് പറഞ്ഞില്ല ഇത്രയും ഫുഡ് ഉണ്ടാക്കണമെന്ന്. കർത്താവ് ഒരിക്കലും പറഞ്ഞില്ല എന്നെ നിന്റെ വീട്ടിൽ ഫുഡിന് വിളിക്കണമെന്ന്. അപ്പോൾ കർത്താവ് പ്രതീക്ഷിച്ച പലതും ശിമിയോൻ ചെയ്തില്ല. കർത്താവ് പ്രതീക്ഷിക്കാത്തതും ചോദിക്കാത്തതും ഒക്കെ കയറി ചെയ്യുകയും ചെയ്തു. എന്നാൽ യേശു കർത്താവ് പ്രതീക്ഷിച്ചത് പാപിയായ സ്ത്രീ ചെയ്തു. എഫേസ്യർ 5:17 പറയുന്നു, ബുദ്ധിഹീനരാകാതെ കർത്താവിന് ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. എഫേസ്യർ 5:17. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പൊ കർത്താവിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും ശിമിയോൻ ചെയ്തില്ല, ചോദിക്കാത്തൊക്കെ ചെയ്യുകയും ചെയ്തു. പലപ്പോഴും നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങൾ പറ്റാറുണ്ട്. ദൈവം ചോദിക്കാത്ത, ദൈവം ആഗ്രഹിക്കാത്ത, ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊക്കെ ദൈവത്തിന് ഇഷ്ടമാണെന്ന് ചിന്തിച്ച് നമ്മൾ കയറി ചെയ്യും. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് നമ്മൾ തന്നെ അങ്ങ് ചിന്തിക്കും. അത് ദൈവത്തിന് ഇഷ്ടമാണെന്ന്. അങ്ങനെ ചിലർ ചെയ്യുന്നവരുണ്ട്. സ്വന്തമായിട്ട് അത് കയറി ചെയ്തിട്ട് സ്വന്തമായിട്ട് അവരങ്ങ് പ്രഖ്യാപിക്കും, ഞാൻ ചെയ്തത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ ആലോചനയാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചോ, അത് വചന അടിസ്ഥാനമാണോ എന്ന്? നിങ്ങൾ ചിന്തിച്ചോ, അത് കർത്താവിന് ബോധ്യമുള്ള കാര്യമാണോ എന്ന്? നിങ്ങൾ ദൈവത്തോട് ആലോചന ചോദിച്ചോ? ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി സംസാരിച്ചോ അത് ദൈവഹിതമാണെന്ന്? നമ്മൾ ദൈവഹിതമല്ലാത്തതിനെ സ്വന്തമായിട്ട് നമ്മുടെ ഇഷ്ടം നടക്കാൻ ദൈവഹിതമാക്കി മാറ്റരുത് എന്ന് ഈ എപ്പിസോഡിൽ ഞാൻ അപേക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് ഈ ശിമയോനോട് പറയുന്നു, ഞാൻ നിന്റെ വീട്ടിൽ വന്നപ്പോൾ കരുതി നീ എൻ്റെ കാല് കഴുകുമെന്ന്, പക്ഷെ നീ കഴുകിയില്ല. ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു നീ എൻ്റെ കാല് തുടയ്ക്കുമെന്ന്, നീ അതും ചെയ്തില്ല. ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു നീ എൻ്റെ തലയിൽ എണ്ണ പൂശുമെന്ന്, നീ അതും ചെയ്തില്ല. പക്ഷേ ഞാൻ ചോദിക്കാത്ത കുറേ ഫുഡും കാര്യങ്ങളും എല്ലാം നീ ഒരുക്കി റെഡിയാക്കിയായിരുന്നു. പക്ഷേ ഈ പാപിനിയായ സ്ത്രീ ഞാൻ പ്രതീക്ഷിച്ചത് പലതും, ഞാൻ ആഗ്രഹിച്ചത് പലതും അവൾ ചെയ്തു. കണ്ണുനീർ കൊണ്ട് അവൾ കാൽ കഴുകി, അവൾ മടങ്ങി വന്നു. എന്താണ് കർത്താവിൻ്റെ സന്തോഷം? കർത്താവിൻ്റെ സന്തോഷം വിലയുള്ള തൈലം എന്നുള്ളതല്ല. കർത്താവിൻ്റെ സന്തോഷം വേറെ എന്തോ മെറ്റീരിയലായിട്ടുള്ള ഭൗതികമായ വലിയ തൈലമൊക്കെ പൊട്ടിച്ചൊഴിച്ചതല്ല കർത്താവിൻ്റെ ഇവിടുത്തെ ഏറ്റവും വലിയ സന്തോഷം. കർത്താവ് യേശുവോടെ ഹാപ്പി ആയത്, കർത്താവ് സന്തുഷ്ടനായത് ഈ പാപിയായ സ്ത്രീ തിരിച്ചു വന്നതാണ്. അവൾ മാനസാന്തരപ്പെട്ടതാണ്, അവൾ മടങ്ങി വന്നതാണ്. വചനത്തിൽ എഴുതിയിട്ടില്ലേ, ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ പലതവണ എഴുതിയിട്ടുണ്ട്, ആകയാൽ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ ദൂതന്മാരുടെ മധ്യേ വലിയ സന്തോഷം ഉണ്ടാകും. പൈസ കൊടുത്ത് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പ്രത്യേകമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഭൂമിയിൽ നമ്മുടെ ചില പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മനുഷ്യന്റെ നീതി പ്രവൃത്തികളെല്ലാം ദൈവത്തിന്റെ മുമ്പിൽ കറ പുരണ്ട തുണി പോലെ ആണ്. ദൈവത്തെ അങ്ങനൊന്നും പ്ലീസ് ചെയ്യാനൊന്നും ആരെയും കൊണ്ടും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ പറ്റും. എങ്ങനെയാണെന്നറിയാമോ? ദൈവത്തെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒറ്റ കാര്യം ചെയ്യുക, നിങ്ങൾ മാനസാന്തരപ്പെടുക, നിങ്ങൾ മടങ്ങി വരിക, നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുക. വേറൊരു വ്യക്തിയെ നിങ്ങൾക്ക് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ പറ്റും. മാനസാന്തരപ്പെട്ട നിങ്ങൾ മറ്റൊരാളിനെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരിക. മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ ദൂതന്മാരുടെ മധ്യേ വലിയ സന്തോഷം ഉണ്ടാകും. അപ്പോൾ റിപ്പൻറ്റൻസിലൂടെ, മാനസാന്തരത്തിലൂടെ മാത്രമേ ദൈവത്തെ നമുക്ക് പ്ലീസ് ചെയ്യാൻ, സന്തോഷിപ്പിക്കാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ വേറൊരാളിനെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നേ അതിന് കഴിയത്തുള്ളൂ. ദൈവത്തെ എല്ലാ ദിവസവും സന്തോഷിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമായി നിങ്ങൾക്ക് മാറണമെങ്കിൽ എല്ലാ ദിവസവും ഓരോ പാപികളെ കർത്താവിലേക്കും തൻ്റെ വചനത്തിലേക്കും കൊണ്ടുവരിക, മാനസാന്തരത്തിലേക്ക് നയിക്കുക. നോക്കിയേ, ദൈവം പ്രതീക്ഷിച്ച പല കാര്യങ്ങളും ഈ ശിമിയോൻ ചെയ്തില്ല. ദൈവം പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ചെയ്തു. എന്നാൽ ആ പാപിനിയായ സ്ത്രീ കണ്ണുനീർ കൊണ്ട് കാൽ കഴുകി. ഇവിടെ ഒരു സന്ദേശവും കൂടെ ഉണ്ട്. കണ്ണുനീര് കൊണ്ട് കാല് കഴുകി, തലമുടി കൊണ്ട് തുടച്ചു. ഒറ്റ വാക്ക് ഈ സ്ത്രീ പ്രാർത്ഥിച്ചില്ല കേട്ടോ. പ്രാർത്ഥിച്ചില്ലെന്ന് പറഞ്ഞാൽ വാ കൊണ്ട് പറഞ്ഞില്ല, കർത്താവേ ഞാൻ പാപിയാ, ഞാൻ ഇന്ന കുഴപ്പങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണമെന്നൊന്നും ഒരു വാക്ക് പോലും അവൾ ഉച്ചരിച്ചില്ല. പക്ഷേ കർത്താവ് യേശു ക്രിസ്തു അവളോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. രക്ഷ വിശ്വാസത്താൽ, സമാധാനം യേശുവിലുള്ള വിശ്വാസത്താൽ. നീ സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? പ്രിയമുള്ളവരെ, അവളുടെ ഹൃദയത്തിൻ്റെ വേദനയെ യേശു തിരിച്ചറിഞ്ഞു. അവളുടെ ആ കണ്ണിൽ നിന്ന് വീണ ചൂടുള്ള കണ്ണുനീരിനകത്ത് അവളുടെ ഹൃദയത്തിൻ്റെ നൊമ്പരത്തെ, നെടുവീർപ്പിനെ, വേദനയെ, അവളുടെ മാനസാന്തരത്തെ
ആ കണ്ണുനീർ തുള്ളികളിൽ യേശു വായിച്ചു. ചില സമയങ്ങളിലൊക്കെ നമുക്ക് വലിയ പ്രയാസം വരുമ്പം, ഭാരം വരുമ്പം, വിഷമം വരുമ്പം നമുക്ക് പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ വാക്കുകൾ കിട്ടത്തില്ല. നമ്മൾ പൊട്ടി അങ്ങ് കരയും. അങ്ങനെ കരഞ്ഞിട്ടുള്ള ചിലര് എന്നെ കേൾക്കുന്നില്ലേ? അങ്ങനെ നിലവിളിച്ചിട്ടുള്ള ചിലര് ഇപ്പൊ എന്നെ ശ്രദ്ധിക്കുന്നില്ലേ? നിങ്ങൾക്കറിയാമോ, നമ്മുടെ ആ നെടുവീർപ്പ്, നമ്മുടെ കണ്ണിൽ നിന്ന് ഒഴുകി വീണ ചൂടുള്ള കണ്ണുനീര് നമ്മുടെ മുമ്പിലുള്ള ബൈബിൾ നനച്ചു. നമ്മുടെ പായ, നമ്മുടെ പ്രയർ കാർപ്പറ്റ് നനച്ചു. നമ്മുടെ കിടക്കയിൽ നമ്മുടെ തലയണയെ നനച്ചു. ആ കണ്ണുനീരിനെ കർത്താവ് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ കണ്ണുനീരിനെ യേശു വായിച്ച് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രാർത്ഥിക്കാൻ പോലും കഴിയാതെ ജീവിതത്തിന്റെ പാപം നിറഞ്ഞ സാഹചര്യങ്ങളുടെ നടുവിൽ കർത്താവേ, എന്നെ വിടുവിക്കണമേ, എന്നെ രക്ഷിക്കണമേ, ഈ പാപ സ്വഭാവത്തിൽ നിന്നെ പുറത്തെടുക്കണമേ, എനിക്കൊരു നല്ല ജീവിതം തരണമേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് കരഞ്ഞിട്ടുള്ള, പ്രാർത്ഥിച്ചിട്ടുള്ള പ്രിയ സഹോദര, നിങ്ങളുടെ കണ്ണുനീരിനെ പോലും കണ്ട് മനസ്സിലാക്കിയ ദൈവം. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ സഹോദരിയുടെ കണ്ണുനീരിനെ തിരിച്ചറിഞ്ഞല്ലേ കർത്താവ് പറഞ്ഞേ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷി. ആ കണ്ണുനീരിനകത്തുനിന്ന് കർത്താവ് എന്തൊക്കെ മനസ്സിലാക്കി? കർത്താവ് അവളുടെ വിശ്വാസം മനസ്സിലാക്കി. ആ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ അവളുടെ ആ ആറ്റിറ്റ്യൂഡിൽ നിന്ന് അവൾക്ക് ഫെയ്ത്ത് ഉണ്ടെന്ന് കർത്താവ് മനസ്സിലാക്കി. അതുകൊണ്ടാണ് യേശു വെറുതെ പറയില്ല. യേശു പറഞ്ഞു, നിന്റെ വിശ്വാസമാണ് നിന്നെ രക്ഷിച്ചിരിക്കുന്നത്. ആരിലുള്ള വിശ്വാസം? യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം. അവൾ യേശുവിന്റെ കാൽക്കല്ല കഴിഞ്ഞു. അവനവന്റെ വിശ്വാസം അവനവനെ രക്ഷിക്കുമെന്നാണ് ചിലർ പറയുന്നത്. അങ്ങനെ ഒരു വാക്യമേ ബൈബിളിലില്ല. അവനവന്റെ വിശ്വാസം അവനവനെ രക്ഷിക്കുമെന്നൊരു വചനമേ ബൈബിളിലില്ല. പിന്നെ എന്നാ ഉള്ളത്? കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറൊരു നാമമില്ല. യേശുവിന്റെ കാൽക്കൽ വന്ന കരഞ്ഞ സ്ത്രീയോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആരെ അവളെ ട്രസ്റ്റ് ചെയ്തേ? ശിമയോനെ അല്ല, ശിഷ്യന്മാരെ അല്ല, യേശു ക്രിസ്തുവിനെ. യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്തിലൂടെ മാത്രമേ രക്ഷയിലേക്കും ദൈവികമായ നീതിയിലേക്കും മാനസാന്തരത്തിലേക്കും നിത്യജീവനിലേക്കും വിടുതലിലേക്കും നിത്യസൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും വരാൻ കഴിയുകയുള്ളൂ എന്ന സത്യം നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് സഹോദരങ്ങളെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. ആ സഹോദരിയുടെ ഹൃദയത്തിനകത്തെ വിശ്വാസം ആ കണ്ണുനീർ തുള്ളികളിൽ യേശു കർത്താവ് വായിച്ചു. അവളുടെ ലൈഫിൽ ഇന്ന് വരെ ലഭിച്ചിട്ടില്ലാത്ത 2 കാര്യങ്ങൾ അവൾക്ക് ലഭിച്ചു. 1, നിത്യമായ രക്ഷ. 2, നിത്യസമാധാനം. ഇത് രണ്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിത്യമായൊരു രക്ഷ, നിത്യമായൊരു സമാധാനം. ഇത് രണ്ടും നിങ്ങൾക്ക് നൽകി തരുവാൻ ഒരു പാദപീഠമുണ്ട്. അത് യേശുവിൻ്റെ പാദപീഠമാണ്. ഇത് രണ്ടും ലഭിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് കർത്താവിൻ്റെ സന്നിധിയാണ്. ആ സന്നിധിയിലേക്ക് നിങ്ങൾ അടുത്തു വന്നാൽ, ആ പാദപീഠത്തിലേക്ക് നിങ്ങൾ ഓടി വന്നാൽ, യാക്കോബ് 4:8 പറയുന്നു, ദൈവത്തോട് അടുത്തു വരുവീൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും. പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പ്രിയമുള്ള സഹോദര, പ്രിയമുള്ള സഹോദരി, ഇപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലെ, വിശുദ്ധ വചനത്തിൽ ശിമയോനോട് കർത്താവ് പറയുന്നു, അധികം ഇളച്ചു കിട്ടിയവൾ അധികം സ്നേഹിക്കുന്നു. ചിലർക്ക് കർത്താവിനോട് ഭയങ്കര സ്നേഹമാണ്. അതിന്റെ കാരണം അവർക്ക് അധികം ഇളച്ചു കിട്ടിയതാണ്. കർത്താവ് കൂടെ പറഞ്ഞ ഉപമ ഈ എപ്പിസോഡിൽ പറയാനുള്ള നേരം എൻ്റെ മുമ്പിലില്ല. എങ്കിലും ഞാൻ എന്ന് പറയട്ടെ, ആമേൻ. അധികം കടം നമുക്ക് ഇളച്ചു കിട്ടിയെങ്കിൽ, നമ്മൾ കർത്താവിനോട് കടക്കാരായിരുന്നു. സത്യത്തിൽ നമുക്ക് വലിയ ബാധ്യതകൾ ഉണ്ടായിരുന്നു. ആ ബാധ്യതകളെല്ലാം കർത്താവ് വീട്ടി ആ കടത്തിൽ നമ്മളെ പുറത്തു കൊണ്ടു. നമ്മുടെ പാപത്തിന്റെ കടം അവൻ മാറ്റി, നമ്മുടെ രോഗത്തിന്റെ കടം അവൻ മാറ്റി, നമ്മുടെ പ്രതിസന്ധിയുടെ കടം അവൻ മാറ്റി. ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന എൻ്റെ മാന്യ പ്രേക്ഷകരോട് പറയട്ടെ, നിങ്ങളുടെ സാമ്പത്തിക കടങ്ങളെയും മാറ്റുവാൻ യേശു മതിയായവനാണ്. നിങ്ങൾക്ക് നിത്യമായ സമാധാനം തരുവാൻ യേശുവിന് കഴിയും. അധികം മോചിച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കും. ചിലർ ആരാധനയ്ക്ക് വരുമ്പം മനസ്സ് തുറന്നു നിന്ന് ആരാധിക്കുന്ന കാണാം. ഉള്ളത്തിൽ നിന്ന് അവർ ആരാധിച്ച് കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന കാണാം. ചില ആൾക്കാർക്ക് അത് ഇഷ്ടവുമല്ല. എന്തിനേ പുള്ളി ഇങ്ങനെ കിടന്ന് കൈകൊട്ടുന്നത്, എന്തിനേ കിടന്ന് ചാടുന്നത്, എന്തിനെ എത്ര ഉച്ചത്തിൽ സ്തോത്രം പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നത്. അവരടുക്ക ചെന്ന് അവരോട് ചോദിക്കണം, നിന്റെ പഴയകാല ജീവിതം എന്നായിരുന്നെന്ന്. അവർ പറയും, ഞാൻ പാപിയായിരുന്നു, ഞാൻ തകർന്നവനായിരുന്നു, ഞാൻ ഈ ലോകപ്രകാരം ജീവിച്ചവനായിരുന്നു. എൻ്റെ യേശു എന്നെ വിടുവിച്ചു, എൻ്റെ യേശു എനിക്ക് സൗഖ്യം തന്നു, അല്ല എൻ്റെ യേശു എനിക്ക് രക്ഷ തന്നു, എൻ്റെ യേശു എനിക്കൊരു പുതിയ ജീവിതം തന്നു. ഈ സഹോദരി നോക്കി യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ പാപിനിയായിരുന്നു. അവൾ തിരിച്ചു പോകുന്നത് പുതിയൊരു ജീവിതത്തോടു കൂടിയാണ്, പുതിയൊരു സ്വഭാവത്തോടു കൂടിയാണ്, പുതിയൊരു തീരുമാനത്തോടു കൂടിയാണ്. ഇതെല്ലാം എവിടുന്നാണ് അവൾക്ക് ലഭിച്ചത്? ഒറ്റ നിമിഷം കൊണ്ട് യേശുവിൻ്റെ പാദപീഠത്തിൽ നിന്ന് അവൾക്ക് ലഭിച്ചതാണ്. കർത്താവിലേക്ക് വരൂ,
യേശുവിൻ്റെ സന്നിധിയിലേക്ക് വരൂ, അവൻ്റെ പാദപീഠത്തിലേക്ക് വരൂ. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, അവൻ നിങ്ങൾക്കൊരു പുതിയ ജീവിതം തരും, അവൻ നിങ്ങൾക്കൊരു പുതിയ സൗഖ്യം തരും, അവൻ നിങ്ങൾക്ക് രക്ഷ തരും, യേശു നിങ്ങൾക്ക് സമാധാനം തരും, യേശു നിങ്ങൾക്ക് പാപവിമോചനം തരും, യേശു നിങ്ങൾക്ക് വിടുതൽ തരും, യേശു നിങ്ങൾക്ക് നിത്യജീവനെ തരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. നല്ലൊരു സമയമാണിത് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകളെ അടച്ച് ഇപ്പോൾ നിങ്ങൾ എന്നെ കേട്ടോണ്ടിരിക്കുമ്പോൾ യേശു നിങ്ങളെ ശ്രദ്ധിക്കുന്നു. ശിമയോന്റെ ഹൃദയത്തിലെ ചിന്തകൾ ശ്രദ്ധിച്ച ദൈവം യേശു നിങ്ങളെ ശ്രദ്ധിക്കുന്നു. വായി തുറന്ന് കർത്താവിനോട് പറയാമോ, അപ്പാ ഞാൻ നിന്റെ സന്നിധിയിലേക്ക് വരുന്നു. അല്ലെങ്കിൽ ആ സ്ത്രീയെ പോലെ ഒന്നും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഉള്ള ഒന്ന് കർത്താവിന് പകർന്ന് കണ്ണെന്ന് നിറഞ്ഞ് ഒന്ന് കരഞ്ഞ ആ പാദപീഠത്തിലേക്കൊന്ന് വരാമോ. അപ്പച്ചാ, യേശുവേ, നിന്റെ സാന്നിധ്യത്തിലേക്ക്, നിന്റെ സന്നിധിയിലേക്ക് ഞാൻ വരികയാണ്. നിന്റെ കരം ഇപ്പോൾ എന്നെ തൊടണമേ. ഒരു പുതിയ ജീവിതം എനിക്ക് തരണമേ. ഒരു പുതിയ വാതിൽ എൻ്റെ മുമ്പിൽ തുറക്കണമേ. കർത്താവെ, ഒരു പുതിയ വ്യക്തിത്വമാക്കി എന്നിലേക്ക് നിന്റെ സാന്നിധ്യത്തെ അവിടുന്ന് നിറയ്ക്കണമേ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി എന്നുള്ള വചനം എന്നിൽ നിറവേറണമേ. പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ആരൊക്കെ ഇപ്പോൾ എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്നു, നിന്റെ കരം അവരെ സ്പർശിക്കണമേ, നിന്റെ വിടുതലിന്റെ കരം അവരെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങളെ ക്ഷമിപ്പാൻ കഴിവുള്ളവനെ നിന്റെ കരങ്ങളിലേക്ക് നൽകും. നീ ആഗ്രഹിക്കുന്നത്, നീ ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, നീ ഞങ്ങൾ ഇച്ഛിക്കുന്നത് നിനക്ക് വേണ്ടി ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന സകലരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ.